ശ്രീജിലോക്കോസ്, ഞാൻ ഈ താങ്കൾ നേരത്തെ പറഞ്ഞ 105 കോടിയുടെ കണക്ക് നോക്കിയായിരുന്നു. ശരിയാണ്, 105 കോടിയുടെ കണക്കുണ്ട്. പക്ഷേ എങ്ങനെയാണെന്ന് അറിയാമോ? വലിയ നിക്ഷേപങ്ങൾ പുതുക്കിയതിലൂടെ 105 കോടി, അത്രയും തുകയൊന്നും പണമായി നൽകിയിട്ടില്ല എന്ന് പറഞ്ഞാൽ നിക്ഷേപം നിർബന്ധിച്ച് പുതുക്കിച്ച് ബാങ്കിൽ വീണ്ടും ഇടിയിക്കുന്നു. പണമായി എത്ര കൊടുത്തു എന്ന് ശ്രീജിലോക്കോസിന് അത് കണക്ക് പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറയാൻ പറ്റും. 105 കോടി രൂപ നിക്ഷേപകരുടെ പണം സർക്കാർ, പ്രത്യേകിച്ച് സഹകരണ മന്ത്രി വി എൻ വാസവൻ മുൻകൈ എടുത്തുകൊണ്ട് അതിൽ നല്ലൊരു ശതമാനവും കേരള ബാങ്കിന്റെ ആസ്തി ഫണ്ടിൽ നിന്ന് എടുത്തുകൊണ്ട് കൊടുത്തു കഴിഞ്ഞു. നിങ്ങൾ ഈ പറഞ്ഞ ഞാൻ വിചാരിച്ചു ഞാൻ വെളിപ്പെടുത്തിയ ഒരു വസ്തുത പറയാം, അതിലേക്ക് തന്നെ വരാം. 105 കോടി എങ്ങനെയാണ് വലിയ നിക്ഷേപങ്ങൾ പുതുക്കിയതിലൂടെ 105 കോടി ആവുകയാണ്, അല്ലാതെ അത് പണമായി കൈക്കൊടുത്ത കണക്കല്ലത്. തെറ്റാണ്, 100% തെറ്റാണ്. ഞാൻ നിങ്ങൾക്ക് ആ കണക്ക് അങ്ങോട്ട് അയച്ചു തരാം. അത് നിൽക്കേ, ഞാൻ വെളിപ്പെടുത്തിയ വളരെ വസ്തുതാപരമായിട്ടുള്ള ഒരു കാര്യം ഞാൻ ഈ ചർച്ചയിൽ വെളിപ്പെടുത്തിയതിനെ കുറിച്ച് ഹാഷ്മിന്റെ മൗനം പാലിച്ചു. ഈ ചർച്ച പങ്കെടുത്ത ആരും അത് മിണ്ടിയിട്ടുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇതിലെ 1-ാം പ്രതി സുനിൽ എന്ന് പറയുന്ന ഗജ ഫ്രോഡ്, അയാളാണ് ഏറ്റവും കൂടുതൽ പണം തട്ടിച്ചത്. അയാളെ മാപ്പ് സാക്ഷിയായിക്കൊണ്ട് എന്ത് രീതിയിലാണ് അയാളെ മാപ്പ് സാക്ഷിയാക്കിയിരിക്കുന്നത്? ഈ ഏറ്റവും വലിയ കൊടും തട്ടിപ്പുകാരനെ അയാളെ മാപ്പ് സാക്ഷിയായിക്കൊണ്ട് അയാൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങള്, അയാളെ കൊണ്ട് പറയിപ്പിച്ചിരിക്കുന്ന ഈ പച്ചക്കള്ളങ്ങള് വാർത്തകൾ ആക്കാൻ വേണ്ടിയിട്ട് ഇ ഡി പുറത്തുവിട്ട കാര്യങ്ങളാണ് ഇപ്പൊ നിങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അതിനെക്കുറിച്ച് ഒരു അക്ഷരം പോലും മിണ്ടിയോ? ഞാൻ വളരെ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ ചോദിക്കൂ. ഞാൻ വളരെ ആധികാരികമായിട്ടാണ് ഈ കാര്യം പുറത്തു പറയുന്നത്. അത് നിങ്ങളെല്ലാം നിങ്ങൾ അന്വേഷിക്കുക. അയാളെ പിന്നെ മാപ്പ് സാക്ഷിയാക്കിയിട്ടുണ്ടോ? മാനദണ്ഡത്തിലാണ് ഏറ്റവും വലിയ ഫ്രോഡിനെ മാപ്പ് സാക്ഷിയാക്കിയത്? ഒരു പരമ ഫ്രോഡ് പറഞ്ഞ കാര്യങ്ങൾ അഫിഡവിറ്റായി കണ്ടെത്തലായി കോടതി ഈട് കൊടുത്തുവെങ്കിൽ CPM എന്തുകൊണ്ട് ചോദ്യം ചെയ്യാൻ മടിക്കുന്നു എന്നതായിരുന്നു ചോദ്യം. റജി, അതിന് നിയമപരമായ വാലിഡിറ്റി ഉള്ളതാണ്. അത് പോട്ടെ, ഇതിനു മുൻപ് ഒരു പ്രൊവിഷണൽ അറ്റാച്ച്മെന്റ് ഓർഡർ ഉണ്ടായിരുന്നു. റജി ലൂക്കോസ്, ഇതിനു മുൻപ് ഒരു പ്രൊവിഷണൽ അറ്റാച്ച്മെന്റ് ഓർഡർ ഉണ്ടായിരുന്നു. ഇതിനേക്കാൾ കൂടുതൽ CPM എന്ന് പറഞ്ഞ ഓർഡറാണത്. അതിന് നിയമപരമായ ഒരു ക്വാസി ജുഡീഷ്യൽ മനുഷ്യൻ എഴുതിയ ഓർഡറാണ്. അതിന് നിയമപരമായ വാലിഡിറ്റി ഉണ്ട്. CPM എന്തെങ്കിലും ചെയ്തോ? എവിടെയെങ്കിലും ചലഞ്ച് ചെയ്തോ? റജി, ഹാഷ്മി തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചർച്ചയിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് കരവന്നൂരിൽ നിന്നും CPMന്റെ നേതൃത്വത്തിൽ കുറെ പണം തട്ടിക്കൊണ്ടുപോയെന്നും പാവപ്പെട്ട ഒരു ജോഷിയെ മുൻനിർത്തിക്കൊണ്ട് അവർക്കാർക്ക് പണം തിരിച്ചു കൊടുക്കുന്നില്ല എന്നും പാവങ്ങളുടെ ജീവിതത്തിലെ എല്ലാ സങ്കല്പങ്ങളും നശിച്ചു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് ആഴ്ചകൾക്ക് മാസങ്ങൾക്ക് ശേഷം വീണ്ടും നിങ്ങൾ ശ്രമിക്കുന്നത്. അതിന്റെ വസ്തുതയാണ് ഞാൻ ഈ ചർച്ചയിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. നിങ്ങൾ ഈ 160 പിന്നെ UDF ഭരിക്കുന്ന 160 ബാങ്കുകളിൽ നിന്നും ഏതെങ്കിലും ഒരു ബാങ്കിൽ, അല്ലെങ്കിൽ പറഞ്ഞു കൊടുത്തില്ല, ചുമ്മാ അങ്ങനെ പറഞ്ഞു പോകാതെ ഏതെങ്കിലും ഒരു ബാങ്കിൽ ഈ രീതിയിലുള്ള ഒരു കോമ്പൻസേഷൻ കൊടുത്തോണ്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എന്താ പറയോ? തിരുവനന്തപുരം വരെ കാസർഗോഡ് വരെ നിങ്ങൾ നോക്കൂ. പുൽപ്പള്ളി ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞു. അപ്പൊ നിങ്ങൾ CPMനെ തകർക്കാനായിട്ട് തെരഞ്ഞെടുപ്പിന് മുമ്പ് നിങ്ങൾ പഴയ രീതിയിലുള്ള ശൈലികൾ പുറത്തു കൊണ്ടുവന്ന് ജനങ്ങളുടെ മുമ്പിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാനുള്ള നാടകങ്ങളാണ് ഇവിടെ അഴിഞ്ഞു വീഴുന്നത്. അത് തന്നെയാണ് ഞങ്ങളെ പോലുള്ളവർ പറയുന്നത്. ഇപ്പൊ എന്താണ് അതിന്റെ സത്യാവസ്ഥ? നിങ്ങളുടെ ലക്ഷ്യം അത് തന്നെയാണ്. ശരി.